ഇന്ന് ഞാനൊരു പണിപ്പുരയിലാണേ. അപ്പൊ സ്ക്രീൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയായിരിക്കും വെബ്സൈറ്റ് ഡിസൈനിങ്. നമ്മൾക്ക് പേഴ്സണലായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ തന്നെ നമുക്ക് വെബ്സൈറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഇപ്പൊ റെസ്യൂമേയുടെ സ്ഥാനത്ത് എല്ലാവരും വെബ്സൈറ്റ് ആണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ഹൗ ഇസ് ഇറ്റ് ഡൂയിങ്. ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്താലും മതി. അതിൽ റൈറ്റ് സൈഡിൽ കോർണറിൽ കാണാം ഈ ഒരു ഇതിനടുത്ത് തന്നെ ഈ 9 ഡോട്ട്സില് ഡോട്ട്സിൽ പോയി കഴിഞ്ഞാൽ താഴെ ഗൂഗിൾ സൈറ്റ്സ് എന്ന് കാണാം. ഇവിടെ ഗൂഗിൾ സൈറ്റ്സ് ഇപ്പൊ ഇവിടെ കാണുന്നില്ല, കാരണം ഞാൻ ഗൂഗിൾ സൈറ്റ്സ് എടുക്കാറില്ല. ഗൂഗിൾ സൈറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ചെയ്യാം മോർ ഫ്രം ഗൂഗിൾ. താഴേക്ക് വരും, ഏറ്റവും താഴെ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഒന്നും കണ്ടു പേടിക്കണ്ട. താഴോട്ട് പോരെ, ഇവിടെ കാണാം ഏറ്റവും താഴെയായിട്ട്. കണ്ടോ? ഇതിലും ഇല്ല ഗൂഗിൾ സൈറ്റ്സ്. സോ ഗൂഗിൾ ഡോക്സ് ഉണ്ട്. നമുക്ക് ഇവിടെ എടുത്തു നോക്കാം. ഗൂഗിൾ സൈറ്റ്സ് ഇത് ഗൂഗിളിന്റെ തന്നെ ഒരു ഫീച്ചറാണ്. നമുക്ക് വെബ്സൈറ്റ്സ് ഫ്രീ ആയിട്ട് ഡിസൈൻ ചെയ്യാം. ഞാൻ ഒത്തിരി AI ടൂളിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കി, പക്ഷെ എന്തുകൊണ്ടും നല്ലത് ഗൂഗിൾ സൈറ്റ്സ് തന്നെയാണ്. ഈസി ആണെന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ്. നമുക്ക് ദേ ഇവിടെ കാണാം സൈനിങ്. സൈനിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പർപ്പസിന് വേണ്ടിയാണ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്, ഫാമിലി അപ്ഡേറ്റ്, ഇവന്റ്സ് ഓർ ഹെൽത്ത് സെന്റർ, നമ്മുടെ ഉദ്ദേശം പോർട്ട്ഫോളിയോ ആണല്ലോ, അതെടുക്കാം. ഓക്കെ, ക്ലിക്ക് ഓൺ ഇറ്റ്. ഹിയർ ഓൺഡ് ബൈ മീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെലക്ട് ചെയ്യാം ബിസിനസ് ആണോ എന്താണ് വേണ്ടത്. ഓൺഡ് ബൈ മീ എന്നുള്ളതാണ് ഞാൻ എടുത്തത്, ബിക്കോസ് ഇറ്റ്സ് ഫോർ മൈ പേഴ്സണൽ പർപ്പസ്. ഇതില് നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത് പോയാൽ മതി. യു ക്യാൻ ഗിവ് യുവർ നെയിം ഹിയർ. ഇവിടെ റൈറ്റ് സൈഡിൽ ടെക്സ്റ്റ് ബോക്സ്, ഇമേജസ് ഇതെല്ലാം അവൈലബിൾ ആണ് നമ്മുടെ ഈ ഫ്രണ്ട് പേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് വേറൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാം, ബിക്കോസ് ഐ ഹാവ് ടു മേക്ക് ഇറ്റ് പേഴ്സണലൈസ്. റിപ്ലേസ് ദ ഇമേജ്, അപ്ലോഡ്. ഒരു ഫോട്ടോ ഓൾറെഡി എടുത്തു വെച്ചേക്കാം, പിന്നെ എളുപ്പമുണ്ട് അതിന് അപ്ലോഡ് ചെയ്യാം. Then you can do here name of presentation, name of project, name of video, name of dissolve. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. Then your email address. താഴെ വരുമ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇതിൽ ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് പ്രസന്റേഷനൊക്കെ ഇടാം കേട്ടോ. ദെൻ അബൌട്ട്, you can give your name, ലോഗോ വേണമെങ്കിൽ ലോഗോ കൊടുക്കാം കേട്ടോ. എഡിറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ഈ ഫോട്ടോയെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വെബ്സൈറ്റ് ആയി. ആഫ്റ്റർ ദീസ് ഓൾ, വൺസ് യു പബ്ലിഷ്, യുവർ വെബ്സൈറ്റ് ഇസ് റെഡി. ഇവിടെ കാണാം, ഇതാണ് എൻ്റെ വെബ് അഡ്രസ്. Then I'm making it publish. ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റ് അഡ്രസ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ വെബ് പേജിന്റെ ലിങ്ക് ആയിട്ട് നമുക്ക് നമ്മുടെ റെസ്യൂമേൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം.
ഹാർഡ് കോപ്പി കൊടുക്കുന്നിടത്ത് നമുക്കിത് കൊടുക്കാം. അതല്ല സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ അതിൽ ആവശ്യമില്ല, ഈ ലിങ്ക് അങ്ങോട്ട് നമ്മുടെ റെസ്യൂമിൽ അറ്റാച്ച് ചെയ്ത് വിട്ടാൽ മതി. ഇപ്പം ഞാൻ കാണിക്കാം. ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വേർഡിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയേ. ഇനിയിപ്പോൾ വൺസ് നിങ്ങൾ ഡിസൈൻ ചെയ്ത വെബ്സൈറ്റ് അതിൽ എന്തെങ്കിലും എഡിറ്റിംഗ് വേണമെങ്കിൽ നമുക്ക് ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളൂ. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെ ഈ ഇമേജ് മാറ്റണമെങ്കിൽ മാറ്റാം. അബൌട്ട് ടാബ് എടുത്ത് ഇവിടെ എഡിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്ത് വേണേലും എഡിറ്റ് ചെയ്യാം. You can type something about yourself here. I'm giving simply the name of schools where I want to work. Okay, here it is. You can do editing, that's all you need. That's it. Then your education qualification you can add here. That's it. Here you can add your interest, video editing, online mentor. That's all you can add on here. This all editing you can do even after doing the publishers. Okay, then at last you can do again publish. ഇത്രയും കാര്യമുള്ളൂ. ഇത്ര ഈസി അല്ലേ? ഞാനിത് എത്ര കാലമായിരുന്നു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയും കൂടെ കാണിക്കാൻ ഇത് എങ്ങനെ ഈസി ആയിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. താങ്ക് യു.